മറ്റേ സ്കേറ്റിംഗ് ചെയ്തിരുന്നു, അത് വലിയ സീനായിട്ട് ഇവന്റെ ഫോണൊക്കെ വിട്ടേക്ക്. ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു സ്കേറ്റിംഗ് റൈഡ് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് ഒരു 35 കിലോമീറ്റർ കവർ ചെയ്യാൻ പോവാണ് ഇവിടുന്ന് കൊണ്ടോട്ടി ടു കോഴിക്കോട്. അപ്പോൾ ഇവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് 2 ഫ്രണ്ടാണ് എൻ്റെ. ഫോർഡ് സ്കേറ്റാണ് ഉപയോഗിക്കുന്നത്, ഞാനില്ലേനും. സിയാദ് 8th പഠിക്കണേ, 9th പഠിക്കണേ, പറമ്പുവഴിയാണ് സ്ഥലം. രണ്ട് സ്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു കോഡൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ ഇൻലൈൻ. ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ എല്ലാ വീഡിയോസും ഇതിലുണ്ടാവും. ഫസ്റ്റ് നമ്മൾ പോകുന്നത് രാമനാട്ടുര വഴി ഹൈലൈറ്റ് മാള്, പിന്നെ കോഴിക്കോട് മൊത്തം എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇതിലുണ്ടാവും, കാണാം. കേട്ടോ, സോ ഗായ്സ്, റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാം, വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് സ്മൂത്താണ്.
10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. രാമനാട്ടുകര പാലം, ഇത് പുതിയ ട്രാക്കാണ് ബോയ്സ്. എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നേരെ എവിടെ എടുക്കാം? തെക്കാത്തിലോ, അവിടെയാണ് സ്റ്റോപ്പ്. ഗൈസ് കാണാം. അങ്ങനെ ഹോട്ടലിലെത്തിയാണ്. റെസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടീം എല്ലാവരും ഉണ്ട്. കാണിച്ചു റയാൻ, സിയാദ്, വെള്ളപ്പം, ഗ്രീൻ പീസ്. ചായ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡെക്കാത്തിലോ, പിന്നെ അതിൻ്റെ ശേഷം നേരെ ഹൈലൈറ്റ് മാൾ. അതാണ് ടാർഗറ്റ്. സോ ഗൈസ്, വീല് ചേഞ്ച് ചെയ്യാൻ പോവാം. ഇത് കുറച്ച് പോയിട്ടുണ്ട്. അപ്പം ഈ വീല് ഇത് ഇവിടെ കിട്ടാണ്ട് ഈ വീല് ഇങ്ങോട്ട് ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ നന്നായി റെസ്റ്റ് എടുത്തതിന് ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോയോണ്ട് കാണാൻ ടീംസൊക്കെ കൂടെ ഉണ്ട്. ഫൈനലി ഡെക്കാത്തിലോൻ എത്തിയിട്ടുണ്ട്. ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ, അവിടെ സ്കേറ്റിങ്ങിൻ്റെ സെഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി. സേഫാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അടിപൊളി. അടുത്തുള്ള ടാർഗറ്റ് ഹൈലൈറ്റ് മാളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ ഹൈലൈറ്റ് മാളിൽ പോകും. എന്നിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യും. അതിനുശേഷം നേരെ കോഴിക്കോട് മൊത്തം എക്സ്പ്ലോർ ചെയ്യും. അത് സ്ട്രീറ്റ് മൊത്തം കവർ ചെയ്തിട്ട് ബീച്ചിൽ പോകും. ഫുഡ് കഴിച്ചതിന് ശേഷം ബീച്ചിൽ പോകും. ഒരു ഈവനിങ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിനുശേഷം വീട്ടിൽ പോകും. അപ്പോൾ ഇതുവരെ യാതൊരു കുഴപ്പമുണ്ടായില്ല. അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. റോഡാണ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റി. വേറെ ലെവൽ വൈബായിരുന്നു. Jack it up. അല്ലേ? ഈ ഷോർട്ട് ഇട്ട് അവർ പുറത്താക്കുന്ന വരെ ഞങ്ങളിവിടെ ഓടിക്കും.
നേരത്തെ അവിടുന്ന് ഷോർട്ട് ഇട്ട് പുറത്താക്കിയില്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് ഫുഡല്ലേ ഫുഡ്, പിന്നെ സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ബീച്ച്. ഓക്കെ, ഇവിടെ ഒരു ബെഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ കൂടി കയറിയേണ്ട ഒരു ജമ്പ് അടിച്ചാലോ ഒന്ന് പ്ലാൻ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മിസ്റ്റേക്ക് നമുക്ക് പേ ചെയ്യാൻ അതല്ലേ അതറിയാം. അവിടെ ചെയ്യാൻ പറ്റൂന്ന് പറയാം. ഭയങ്കര ചോടെ. എന്തായാലും ഒരു മാളില് സ്കേറ്റ് ചെയ്യാൻ പറ്റൂല കാരണം എന്താ അവസ്ഥ? ഇത്രയും ലോങ് നിന്നിട്ട് ഭയങ്കര നടക്കിലോടെ പറ്റൂല. അവരോട് ചോദിച്ച് നമ്മൾ ചോദിച്ച് അല്ല വേറെ ഇപ്പൊ ഓരോട് മാനേജറോ വേറെ ആരെയും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെർമിഷൻ ചോദിക്കട്ടെ ചോദിച്ചു. അതിനും എന്താ അവസ്ഥ? ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. നേരെ നമ്മളങ്ങനെ ഹൈലൈറ്റ് മാളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സ്കേറ്റിംഗ് ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടും, എന്നിട്ട് ഇവിടുന്ന് പുറത്താക്കും. അപ്പൊ പിന്നെ എസ്കേപ്പോ അതന്നെ ഉള്ളു. അതൊക്കെ കഴിയട്ടെ. തന്നെ പറയും മൂയിക നമ്മള് പറയും നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇരുന്നാണ്ട് ജസ്റ്റ് അതെ പറഞ്ഞ ബാഗ് എടുക്കില്ല. ബാഗ് എടുക്കണ്ട, ബാഗ് ഇടുന്നുണ്ട്. അങ്ങനെ ബുക്ക് സ്റ്റാൾ എത്തിക്കുകയാണ്. എന്താ എടുക്കണ്ടേ ബുക്ക്? ഏതാ? മാഗ. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് സ്കേറ്റിംഗ് ഇടും. സ്കേറ്റിംഗ് ഇട്ടാണ് പാറും. പ്ലാൻ അല്ലേ? അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് സ്കേറ്റ് ഇടാം. അല്ലെങ്കിൽ ഫസ്റ്റ് സ്കേറ്റ് ഇട്ടല്ലേ അവർ ചിലപ്പോൾ പുറത്താക്കിയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മൊത്തം എക്സ്പ്ലോർ ചെയ്താണ്ട് പിന്നെ സ്കേറ്റ് ഇട്ടാണ്ടായിരുന്നു. പിന്നെ പുറത്താക്കി വെക്കല്ലോ. സ്കില്ലാണത്. സ്കില്ല് മേലാണ് നമുക്ക് പോവാ. നമുക്ക് നടക്കൂല. സംഭവം അടിപൊളിയാണ് കാണാനും. നല്ല സ്കില്ലാണ്. ഡ്രോയിങ് ഉണ്ട്, നല്ല നല്ല ഡ്രോയിങ്.
ഗൈസ് ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് മറ്റേ സ്കേറ്റിംഗ് ചെയ്തിരുന്നു. അത് വലിയ സീനായിട്ട് ഇവന്റെ ഫോണൊക്കെ പിടിച്ചേച്ച് അവിടെ ചെയ്തതിൽ കുറെ വീഡിയോസ് നല്ല നല്ല ക്ലിപ്പൊക്കെ ഉണ്ടായിന്. അതൊക്കെ മിസ് ഔട്ടായി. അതൊക്കെ ഇവര് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ആകെ സീനായി. പിന്നെ ഇവരെ ഫോൺ പിടിച്ച് വെച്ച് പട്ടിച്ചായിരുന്നു. ഫോൺ പിടിച്ച് വെച്ചിട്ട് കുറെ സീനായി. ഫോൺ പിന്നെ തരില്ല, സൈബർ കുറ്റാണെന്ന് ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ വലിയ സീനാക്കി. അമ്മ അവര് പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ എത്ര ഒരു ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. റൗണ്ട് അടിച്ചേനാ ജസ്റ്റ് റൗണ്ട് അടിച്ച് നമ്മളിപ്പോ പുറത്ത് പോകാൻ വേണ്ടി ജസ്റ്റ് എക്സിറ്റ് ചെയ്താ. അപ്പൊ അത് വലിയ ഇഷ്യൂ ആയിട്ട് ഇവര് ഫോണും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോലീസിനെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലുള്ള വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് എന്തൊക്കെയോ ഷോക്ക് അവസ്ഥയായി. വീഡിയോസ് മൊത്തം പോയല്ലേ. വീഡിയോസ് കിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യും. അറിയണ്ടാവില്ല. വീഡിയോ മാത്രമേ പോയിട്ടുള്ളൂ. രണ്ട് വീഡിയോസ്, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അതെ, അതായിരുന്നു നല്ല വീഡിയോസ്. കണ്ടന്റിന് മറ്റു വീഡിയോസ് ആയിരുന്നു, അതൊക്കെ പോയി. റിക്കവർ ചെയ്യാൻ പറ്റുമോ? റിക്കവർ പറ്റാണെങ്കിൽ അപ്ലോഡ് ചെയ്യും. സൈബർ ക്രൈം വീഡിയോസ് ചെയ്തുള്ളൂ, അപ്പൊ സൈബർ ക്രൈം ആയി. പോലീസ് എടുക്കാൻ അപ്പൊ തന്നെ കട്ട് ചെയ്ത് പോലീസിനെ ആർക്കെയും വിളിക്കാരോ? അയാളെ ഭാര്യയ്ക്ക് വിളിക്കാറ് പോലീസ്. അത് വെറുതെ പേരെടുത്തേക്കാരടാ. നമ്പറോ എത്ര? 100 വിളിച്ച്. ഇപ്പൊ നമ്മള് നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചപ്പോ ഫുഡ് കഴിക്കാൻ പോണം. റഹ്മത്ത് ഹോട്ടൽ. അപ്പൊ അവിടേക്ക് പോയോണ്ടിരിക്കാണ്. അപ്പൊ ഇനി റഹ്മത്ത് ഹോട്ടൽ ഫുഡ് കഴിച്ചാണ് നേരെ ബീച്ചിൽ പോണം. ബീച്ചിൽ പോയിട്ട് പിന്നെ ബീച്ചില് അവിടെ കുറച്ച് ഷോ. അത് കഴിഞ്ഞതിന് ശേഷം ബസ് സ്റ്റാൻഡ് കുറച്ച് ഷോ. അങ്ങനെ കുറെ ഷോ ഇട്ടുണ്ട്. ശേഷം അവസാനം ബസ് കയറും. അതാണ്. അപ്പൊ ഹോട്ടലിലെത്തിയിട്ട് ബാക്കി വീഡിയോസ്. സോ ഗൈസ്, ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. റഹ്മത്ത് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ചെക്കന്മാരൊക്കെ എന്താ പറയുള്ളേ, ഹോട്ടലിലാണ് ഇപ്പോൾ. റഹ്മത്ത് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഏകദേശം കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഏകദേശം നേരെ ബീച്ചിൽ അങ്ങനെ പ്ലാൻ. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരുന്നത്. നമുക്ക് നോക്കാം. ഞാൻ കണ്ട് ഫുഡ് കണ്ട് ഉണ്ടോ? റഹ്മത്ത് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വന്നാണ് അവിടെ. എന്താ പറയുള്ളത്, എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. വളരെ നല്ല ക്രൈമൊക്കെ ചെയ്തല്ലേ? ക്രൈം എന്ത് നാട്ടാരാണ് നിങ്ങളത്? ചെറുതായിട്ടൊന്ന് ഓടിയന് ക്രൈമൊക്കെ. ഫൈനലി അങ്ങനെ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബീച്ചിൽ അതോ കവർ ചെയ്തല്ലേ? അത്രേ ഉള്ളൂ. ആണെന്നിട്ട് വലിയ കാര്യമുണ്ടോ?
കേറുക എങ്ങോട്ട് ബീച്ചിലേക്ക്. അവിടെ ഇതുണ്ടാവുമോ? ആ സീനൊന്നുമില്ല. ആ നിങ്ങൾക്ക് സീൻ ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. അടുത്ത കേടല്ലേ പോ. അല്ലേ? എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് അടിപൊളി. ഒരു ക്രൈം കിട്ടി എങ്ങനെ പോയാലും. പിന്നെ പിന്നെ എന്താ ഒരു സ്റ്റാമിന കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് എൻ്റെ. സീനെ വേറെ ആരോട് ചിൽ ചിൽ ഹൗ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഡൗട്ട് ചെയ്യാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ടായി. ചില ക്രൈമുകൾ ക്രൈം, മുകളിൽ കയറി സ്കേറ്റ് ഓടിച്ച് അത് വലിയ സീനായി. പോലെ പിന്നെ ഇതുവരെ സ്കേറ്റ് ചെയ്തതിൽ വെച്ച് ബെറ്റർ ആയിരുന്നു. എനിക്കും ആണ്. അടിപൊളിയായിരുന്നു. ഇപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സ്കില്ലും കാര്യങ്ങളും ചെയ്യും. അതിന് ശേഷം നേരെ 20s കഴിച്ചിട്ട് ചാടും. ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ചാടും, ഒന്ന് കുളിക്കും ചിലപ്പോ, അല്ലെങ്കിൽ വേറെ പോവും. അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു ഈ ദിവസം. അടിപൊളിയായിരുന്നല്ലോ. രണ്ടേ അടിപൊളിയായിട്ട് നന്നായി എൻജോയ്മെന്റ് ആയിരുന്നു. ഓക്കെ ഗൈസ്, എന്തൊക്കെയുണ്ട് പേരാണ്? എന്തൊക്കെയുണ്ട്? ആണോ? ഇതാണ് ഗൈസ് ബീച്ച്. ഞാൻ പോവാ. എന്നാലും ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. ആ കാണാൻ ബീച്ചിൽ പോകാനുണ്ട് തിരക്കല. കുടിച്ച് തള്ളിട്ടാ ഒഴിവാക്ക്. ഇവിടെ തോട്ടി കണ്ടറിയാം. ബീച്ച് കണ്ട് കാലങ്കര വേദന. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എൻ്റെ 360 1.8 സീസർ കിക്കിൻ്റെ വീഡിയോസ് ഇവൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അടിപൊളിയായിരുന്നു. നല്ല ഇവിടെ നിങ്ങൾ കാണുന്ന കടലാണ്. ഞാനില്ല, ഞാൻ ഇവിടെ നിർത്തി. സ്കേറ്റ് കൂടെ നിർത്തിയാ എന്ത് പറയാനില്ല. അതൊക്കെ സെയിം. ഇമാതിരി ഒരു ബോധമില്ലാത്ത ടീമാണപ്പോ പോയാലേ എന്താ പറയാ അവസ്ഥ. ഓന് അൽബക്ക് രണ്ടടുത്ത് മന്തി ഉണ്ടോന്ന് അതൊക്കണോ? പിന്നെ ആലോചിച്ചേ ആ വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് തന്നെ അതിലുണ്ട് അൽബക്ക് വരാണ് മന്തി വെച്ചനെ. എന്താ എൻ്റെ ഒരു ഇതേ കട അൽബേക്കേ കട മന്തിക്കട. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോസ് കണ്ടാൽ എനിക്കെന്നെ മനസ്സിലാവും. സോ ഗൈസ്, ഇത്രയുള്ള വീഡിയോസ് നന്നായി എക്സ്പ്ലോർ ചെയ്തു. കോഴിക്കോട് മൊത്തം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആയിരുന്നു സംഭവം. അടിപൊളിയായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ചില മൊമെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇത്തരമുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ്. അടുത്ത വീഡിയോസ് കാണാം. ഹാവ് എ നൈസ് ഡേ. സീ നെക്സ്റ്റ് വീഡിയോ.